എനിക്ക് തോന്നുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പലവർക്കും ജനുവച്ചനെ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ പലർക്കും പരിചയം കാണത്തില്ല. എൻ്റെ പേര് ഷെറിൻ. ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാവാൻ സാധ്യമായതിന് ഞാൻ സ്തോത്രം പറയുന്നു. സോ പ്രാർത്ഥിച്ചു തുടങ്ങാം നമുക്ക്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, അല്പസമയം ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ, ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കുവാനും അങ്ങയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനകൾ നടത്തുവാനും അവസരം നൽകുന്നതിനായിട്ട് സ്തോത്രം. അടിയൻ വചനം ഘോഷിക്കുമ്പോൾ അടിയന്റെ നാവിനോടും കേൾക്കുന്ന ഹൃദയങ്ങളിലോടും കൂടെ ഉണ്ടായിരിക്കണമേ. സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ വേദ സുവിശേഷ ആചരണത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് ബിയാറ്റിറ്റ്യൂഡ്സ് ആണ്. ബിയാറ്റിറ്റ്യൂഡ്സ്, ഹൗ ബ്ലെസ്ഡ് ആർ വി ആൻഡ് വൈ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാനിവിടെ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ഒരു വേദഭാഗം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സെർമൺ ഓൺ ദ മൗണ്ട്, അതായത് യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിന്റെ തുടക്കം, അതായത് ഗോസ്പൽ ഓഫ് മാത്യുവിൽ എഴുതിയിരിക്കുന്ന 5 to 7 ചാപ്റ്റേഴ്സിന്റെ ആദ്യത്തെ 5th ചാപ്റ്ററിലെ 3rd to 12 വേഴ്സസ് ആണ് ഇതിലെ ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഭാഗ്യവചനങ്ങൾ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ബിയാറ്റിറ്റ്യൂഡ് എന്ന വാക്കിനർത്ഥം ബിയാറ്റിറ്റ്യൂഡോ എന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം ബ്ലെസ്സഡ്നെസ് അല്ലെങ്കിൽ അറ്റ്മോസ് ബ്ലിസ് അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്നുള്ള ഒരർത്ഥമാണ് അതിന്. ഇതിലൂടെ യേശുക്രിസ്തു യേശുവിന്റെ ഡിസൈപ്പിൾസിനോടും അല്ലെങ്കിൽ സമൂഹത്തിനോടും പറയാൻ ആഗ്രഹിക്കുന്നത് ബ്ലെസ്സിങ്സിന് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾക്ക് ഒരു പുതിയൊരു ഡയമെൻഷൻ അല്ലെങ്കിൽ പുതിയൊരു ഡെഫിനിഷൻ നൽകുവാനായിട്ട് ആണ് ഇവിടെ യേശുക്രിസ്തു ശ്രമിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് വളരെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഐ എം സോ ബ്ലെസ്ഡ് എന്ന് നമ്മൾ മിക്കവാറും പറയാറുള്ളത്. I'm so blessed to have such a good health, അല്ലെങ്കിൽ I'm so blessed that I have great relationships, I have great wealth. അങ്ങനെയുള്ള പല മാനദണ്ഡങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ബ്ലെസ്സിങ് അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ ഒരു പൂർണ്ണമായ ഭാവം, ഒരു പെർഫെക്റ്റ് ലൈഫ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഹെൽത്ത്, പെർഫെക്റ്റ് വെൽത്ത്, പെർഫെക്ഷൻ കാണുന്നിടത്താണ് നമ്മൾ സാധാരണ ബ്ലെസ്സിങ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ യേശു നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് 8 വിവിധ തരത്തിലുള്ള സ്റ്റേജസ് അല്ലെങ്കിൽ നമുക്ക് പറയാം ട്രേറ്റ്സ്, ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്ങിലൂടെ നമ്മളെ കൊണ്ടുപോവുകയും ആ 8 ട്രേറ്റ്സും ബ്ലെസ്സിങ് ആണ് എന്നുള്ള വലിയൊരു പാഠമാണ് നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. സോ ജീസസ് ഇസ് ടേക്കിംഗ് us through 8 different phases of life എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ വായിച്ചു കേട്ടതുപോലെ തന്നെ ആദ്യം poor in spirit അല്ലെങ്കിൽ ആത്മാവിൽ ദരിദ്രരായവർ, they are so blessed എന്നാണ് യേശു നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. and their promise is kingdom of heaven. അപ്പോൾ ഇവിടെ ഒരു റിവേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബ്ലെസ്സിങ്സ് ആണ് നമ്മൾ ഈ ബിയാറ്റിറ്റ്യൂഡ്സിലൂടെ മനസ്സിലാക്കുന്നത്. സോ നമുക്ക് ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ലാക്ക് മെറ്റീരിയലിസ്റ്റിക്കലി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ദാരിദ്ര്യം എന്ന് പറയുന്ന ആ ഒരു നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന വെൽത്ത് എന്ന് ആണ്. ഇവിടെ പറയുന്നത് ആത്മാവിൽ ദാരിദ്ര്യരാവുക എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ there is something lack spiritually, അല്ലെ? Spiritually something is lacking. That means there is absence of God, അല്ലെങ്കിൽ there is absence or there is lack of God in us എന്ന് നമുക്ക് മനസ്സിലാക്കാം. So ആത്മാവിൽ ദരിദ്രരായിരിക്കുമ്പോൾ even if the God's presence is not able to, even if we cannot identify God, അല്ലെങ്കിൽ even if God നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ദൈവത്തിനോട് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും you are so blessed എന്നാണ് നമ്മളോട് പറയുന്നത്. ഐശയ 66:2 വായിക്കുമ്പോൾ
God looks to the one who is humble and contrite in spirit എന്നാണ് പറയുന്നത്. ഈവൻ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ അംശം നമ്മൾ കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ പോലും സ്റ്റിൽ യു ആർ ബ്ലെസ്ഡ് എന്നാണ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ലൂക്ക് 17 പറയുന്നു, കിങ്ഡം ഓഫ് ഹെവന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് ലൂക്ക് 17:20-21 കാണാം. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അമംഗ് അസ്, അല്ലെങ്കിൽ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഇൻ യുവർ മിഡ്സ്റ്റ്. അപ്പോൾ സ്വർഗരാജ്യം എന്ന് പറയുന്നത് പല രീതിയിലാണ് നമ്മൾ മനുഷ്യന്മാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, സ്വർഗരാജ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസ്താവിക്കുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടാവുമ്പോഴാണ് കിങ്ഡം ഓഫ് ഹെവൻ എന്നുള്ളതിന്റെ ഒരു പൂർണ്ണ രൂപം ഉണ്ടാവുന്നത് എന്നാണ്. സോ വെൻ വി ആർ ആക്സെപ്റ്റിംഗ് Christ, or when we are identifying the presence of God in ourselves, the promise is huge, that is the kingdom of heaven എന്നാണ് പറയുന്നത്. രണ്ടാമത് നമ്മൾ വായിച്ചു കേട്ടു, those who mourn, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഃഖിക്കുന്നവർ, അതായത് നമുക്കറിയാം നമ്മുടെ ജീവിത ശ്രേണിയിൽ when throughout our journey we should have experienced, നമ്മൾ പല സിറ്റുവേഷനിലൂടെയും പല ചാലഞ്ചസിലൂടെയും നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ, എപ്പോഴൊക്കെയോ നമ്മൾ തകർന്നു വീണപ്പോഴും നമ്മൾ ദുഃഖിച്ച് കരഞ്ഞ അവസ്ഥകളിലൂടെ കടന്നു പോയപ്പോഴും എല്ലാം അന്ന് നമുക്ക് അറിഞ്ഞിരുന്നില്ലാവില്ല. അതിനുശേഷം നമുക്കുണ്ടായ പ്രോമിസ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് എ പ്രോമിസ് whenever you go through some challenges, whenever you go through mourning, the God is promising that you will be comforted എന്നുള്ളത്. വെളിപ്പാട് പുസ്തകത്തിൽ Revelation 21:4 പറയുന്നു, God will ultimately wipe away every tear. എനിക്ക് തോന്നുന്നു നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അത് പല സിറ്റുവേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എത്രത്തോളം നമ്മൾ തകർന്ന മാനസികമായി കരഞ്ഞു വിളിച്ചപ്പോഴും അതിനെല്ലാം ഒരു കാരണം ഉണ്ടായിരുന്നു എന്ന് പല രീതിയിൽ നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ടുള്ള പറയുന്നത്, those who are meek, they will be they are capable of inheriting earth എന്നാണ് പറയുന്നത്. അതായത് മീക്ക് എന്ന് പറയുമ്പോൾ ജെന്റിൽ ആയവർ, അല്ലെങ്കിൽ സബ്മിസീവ് ആയവർ, ഹംബിൾ ആയവർ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. സോ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ള മനുഷ്യ സമൂഹം കണ്ടിട്ടുള്ള ഏറ്റവും എല്ലാ ലീഡേഴ്സ് ആണെങ്കിൽ ഏറ്റവും വലിയ ഉയർന്ന മാറ്റങ്ങൾ ഉണ്ടാക്കിയ, അതായത് സമൂഹത്തിൽ വലിയ വലിയ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാക്കിയവരുടെ ലിസ്റ്റുകൾ എടുത്താൽ അവരുടെ എല്ലാം ഭൗതികമായ ഒരു സ്വഭാവം എന്ന് പറയുന്നത് they are always meek or gentle. Most of them are meek, gentle or humble ആയിരിക്കും. Even they can inherit the earth എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഫിലിപ്പിയൻസ് 2:5-8 പറയുന്നു, ക്രൈസ്റ്റ് ഇറ്റ്സെൽഫ് വാസ് ഹംബിൾ, ക്രൈസ്റ്റ് ഹംബിൾസ് ഹിംസെൽഫ് എന്നാണ് പറയുന്നത്. മാത്യു 11:29 പറയുന്നു, ജീസസ് സേസ് ഐ ആം ജെന്റിൽ ആൻഡ് ലോലി ഇൻ ഹാർട്ട് എന്നാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ പോലെ വളരെ മീക്ക് ആൻഡ് ജെന്റിലായ ഒരു മനുഷ്യനായിട്ട് ജീവിച്ച യേശുക്രിസ്തുവിന് പോലും ലോകത്തെ കീഴടക്കാൻ സാധ്യമാകുന്നു. സോ അതാണ് നമ്മളെ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ദോസ് ഹു ആർ മീക്ക് ക്യാൻ ഇൻഹെറിറ്റ് എർത്ത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നാലാമതായിട്ട് വന്നേക്കുന്നത്, ദോസ് ഹു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ റൈച്ചസ്നെസ്, ദ പ്രോമിസസ് യു വിൽ ബി സാറ്റിസ്ഫൈഡ്. നമുക്കറിയാം, പല രീതിയിലുള്ള ഒരു ഈഗർനെസ്, അല്ലെങ്കിൽ ഒരു നമുക്ക് വളരെ രീതിയിലുള്ള തേഴ്സ്റ്റ് അല്ലെങ്കിൽ ഹങ്കർ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുണ്ടാകാം. എന്തിനൊക്കെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ റൈച്ചസ്നെസ്സിന് വേണ്ടിയുള്ള തേഴ്സ്റ്റ് അല്ലെങ്കിൽ റൈച്ചസ്നെസ്സിന് വേണ്ടിയുള്ള ഹങ്കർ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബ്ലെസ്ഡ് ആണെന്ന് പറയുന്നത്. സോ വെൻ വി ആർ ഗോയിങ് ഫോർ റൈച്ചസ്നെസ്, വി ആർ മൂവിങ് ടുവേർഡ്സ് അൾട്ടിമേറ്റ് ബ്ലെസ്സിങ്സ് എന്നാണ് യേശുക്രിസ്തുവിടെ പറയാൻ സാധിക്കുന്നത്. സോ യു വിൽ ബി സാറ്റിസ്ഫൈഡ്. ആമോസ് 5:24 പറയുന്നു, എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. നമ്മുടെ എല്ലാം ആക്ഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതം തന്നെ റൈച്ചസ്നെസ്സിന് വേണ്ടിയും നീതിക്കും ന്യായത്തിനും വേണ്ടിയും സമർപ്പിക്കുമ്പോൾ നമ്മൾ അറിയാതെ വി ആർ ഓൾസോ ഹോൾഡിങ് ദ ബ്ലെസ്സിങ് എന്ന ഡെഫിനിഷൻ, ജീസസ് നൽകിയിട്ടുള്ള ബ്ലെസ്സിങ് എന്ന ഡെഫിനിഷനിൽ നമ്മളും പെടുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് അഞ്ചാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദോസ് ഹു ആർ മേഴ്സിഫുൾ, ദ റിവാർഡ് ഇസ് ദ മേഴ്സി ഓഫ് ഗോഡ്.
അത് നമുക്കറിയാം. നമ്മൾ ക്ഷമിക്കുന്ന ആളുകളാണെങ്കിൽ ക്ഷമ നമ്മളെ തേടിയും വരും എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് പലപ്പോഴായിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ വാട്ട് യു ഗിവ് വിൽ ബി റിട്ടേൺ ടു യു ബാക്ക്. സോ ഇഫ് യു ആർ ഫൊർഗീവിംഗ്, പീപ്പിൾ വിൽ ഫൊർഗീവ് യു ബാക്ക്. അത് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് അത് ലൂക്ക് 6:36 പറയുന്നു, ബി മേഴ്സിഫുൾ ഈവൻ ആസ് യുവർ ഫാദർ ഇസ് മേഴ്സിഫുൾ. പിതാവ് നമ്മളോട് ക്ഷമിക്കുന്നത് പോലെ നമ്മളും ക്ഷമയുള്ളവരായിരിക്കുക എന്നതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ 6ാമത്തെ പോയിന്റ് ആയിട്ട്, ദോസ് ഹു ആർ പ്യുവർ ഇൻ ഹാർട്ട് ദ പ്രോമിസ് ഇസ് ലിറ്റിൽ ഹ്യൂജ്, ദേ ഷാൽ സീ ഗോഡ്. അതായത് നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ അവിടെയുള്ള പ്രോമിസ്, വെൻ കമ്പയർഡ് ടു ദി അതർ പ്രോമിസസ്, ഇറ്റ് ഈസ് എ ലിറ്റിൽ ഹ്യൂജ് പ്രോമിസ്, ദാറ്റ് ഈസ് യു ക്യാൻ സീ ഗോഡ്. അപ്പൊ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നത് നമ്മുടെ ഉള്ളിലെ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും ദൈവവും പ്യൂരിറ്റിയും ഉണ്ടാകുമ്പോൾ ആണ് എന്നുള്ളതാണ്. സോ വി ക്യാൻ സീ ഗോഡ് വെൻ വി ആർ 100% പ്യുവർ ഇൻ ഹാർട്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ എത്തിയിട്ടില്ല. വി ആർ ഇൻ ദാറ്റ് ജേർണി ടു സീ ഗോഡ്, ബിക്കോസ് 100% വി ആർ പ്യുവർ, യു ക്യാൻ സീ ഗോഡ് എന്നാണ് യേശുക്രിസ്തു നമുക്ക് പ്രോമിസ് ചെയ്യുന്നത്. അതിനായിട്ടുള്ള ഒരു ജേർണിക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. Psalm 51:10 പറയുന്നു, ഓ ഗോഡ് ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്. എന്റെ ഹൃദയത്തിലെ അശുദ്ധതയെല്ലാം മാറ്റി എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേ എന്നുള്ള പ്രാർത്ഥനയിലൂടെ നമുക്ക് ജീവിതത്തെ നയിക്കുകയാണെങ്കിൽ വിൽ ബി ഏബിൾ ടു സീ ഗോഡ് എന്ന പ്രോമിസ് ആണ് ദൈവം നമ്മളോട് പറയുന്നത്. 7ാമതായിട്ട്, ദോസ് ഹു ആർ പീസ് മേക്കേഴ്സ്. നമുക്കറിയാം, നമ്മൾ പല രീതിയിലുള്ള സമൂഹത്തിൽ പല രീതിയിലുള്ള ആളുകളുമായിട്ട് ഇടപെടുന്നവരാണ്, പല സിറ്റുവേഷനുകളിൽ പോയി അകപ്പെടുന്നവരാണ്. അപ്പോഴെല്ലാം വി നീഡ് ടു ഫൈൻഡ് ഔട്ട്, വി നീഡ് ടു ചെക്ക് ourselves whether who are we, whether we are the peacemakers or whether we are the troublemakers എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടത് വലിയ ഇമ്പോർട്ടന്റ് ആണ്. യേശു പറയുന്നത്, അങ്ങനെയുള്ളവർ, പീസ് മേക്കേഴ്സ് ആയവർ, they are going to inherit the kingdom of heaven, അല്ലെങ്കിൽ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നാണ് യേശുക്രിസ്തു നമ്മളോട് പറയുന്നത്. 8ാമതായിട്ട് പറയുന്നത്, those who are persecuted for righteousness, the promises kingdom of heaven. അതായത് 2 തിമോത്തി 3:12 പറയുന്നു, those who desire to live godly lives will face the opposition. അതായത് നമ്മൾ എപ്പോഴൊക്കെ ദൈവത്തിന്റെ പാതയിലൂടെ നടക്കുവാൻ ശ്രമിക്കുന്നുവോ, ദൈവം പഠിപ്പിച്ച അല്ലെങ്കിൽ യേശുക്രിസ്തു ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ നയിക്കുമ്പോൾ ആ സമയങ്ങളിലെല്ലാം ഒപ്പോസിഷൻസ് ഫേസ് ചെയ്യും എന്നുള്ളതിന് 2 തിമോത്തി 3:12 പറഞ്ഞിരിക്കുന്നുണ്ട്. അതായത് എപ്പോഴൊക്കെ നമ്മൾ റൈച്ചസ്നെസ്സിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നുവോ, ഒപ്പോസിഷൻസ് നമുക്ക് പുറകെ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. പക്ഷേ യേശു നമ്മളെ അപ്പോഴും തകരുവാനല്ല നമ്മളോട് പറയുന്നത്, ബിഹോൾഡ് യു ആർ ബ്ലെസ്ഡ് എന്നാണ് യേശുക്രിസ്തു നമ്മളെ അറിയിക്കുന്നത്. സോ ബിയാറ്റിറ്റ്യൂഡ്സിലൂടെ അനുഗ്രഹങ്ങൾക്ക് പുതിയൊരു മാനം അല്ലെങ്കിൽ പുതിയൊരു ഡെഫിനിഷൻസ് നമുക്ക് നൽകിക്കൊണ്ട് വലിയ ഹ്യൂജ് പ്രോമിസസ് നമുക്ക് തരുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ വേദഭാഗം. നമുക്കറിയാം, നമ്മൾ ജീവിതത്തിൽ പല ഫേസസിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളുടെ ഒരു ജേർണി ഓഫ് ലൈഫ് എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് സീൻ ദാറ്റ് ദർ ഈസ് nothing is constant. There is always a change. അല്ലെ, ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചേഞ്ച് എന്ന് പറയുന്നത്. വെദർ ഫിസിക്കലി ഓർ നമ്മുടെ സറൗണ്ടിങ്സിലാണെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിലും, ഈച്ച് ഡേ എവറി ഡേ they are changing in every way, as a person, as a character, അല്ലെങ്കിൽ ഫിസിക്കലി. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ യൂണിവേഴ്സ്, നമ്മുടെ പ്രപഞ്ചത്തിലാണെങ്കിലും നമ്മുടെ പ്രകൃതിയിലാണെങ്കിലും എവിടെയാണെങ്കിലും മാറ്റം എന്നുള്ളത്, ചേഞ്ച് ഈസ് ഇന്നെവിറ്റബിൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള മാറ്റമുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആന്തരികമായ ട്രാൻസ്ഫോർമേഷന് നമ്മൾ സമയം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. വെദർ വി ആർ changing inwardly as a person, is there any transformation that is happening inside ourselves എന്നുള്ളതാണ് ഇവിടെ ഈ ബിയാറ്റിറ്റ്യൂഡ്സിലൂടെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. സോ ബിയാറ്റിറ്റ്യൂഡ്സ് നമ്മളോട് പറയുന്നു, ദർ ഈസ് റിവേഴ്സൽ ഓഫ് ബ്ലെസ്സിങ്സ്. അതായത് നമ്മൾ എന്തെല്ലാം ചാലഞ്ചസിലൂടെ, this can be considered as a capsule of life. അതായത് ഡിഫറെന്റ് ഫേസസ് ഓഫ് ലൈഫിനെ തന്നെയാണ് ഇവിടെ യേശുക്രിസ്തു നമ്മളിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. അതായത്
പുവർ ഇൻ സ്പിരിറ്റ്, നമ്മളും ആത്മാവിൽ ദരിദ്രരാകുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മളും ദുഃഖിതരാവാറുണ്ട്. നമ്മളും ഹങ്കറിന് വേണ്ടിയും റൈച്ചസ്നെസ്സിന് വേണ്ടിയും ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആവാറുണ്ട്. നമ്മൾ പീസ് മേക്കിങ്ങിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യാറുണ്ട്. സംടൈംസ് വി യൂഷ്വലി ഷെഡ് അവർ ബ്ലഡ് ഫോർ ദ റൈച്ചസ്നെസ് അല്ലെങ്കിൽ മേഴ്സിക്ക് വേണ്ടി നമ്മളെ തന്നെ ബലിയാടാക്കാറുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് ഡോണ്ട് വറി, യു ആർ സോ ബ്ലെസ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഹൗ ബ്ലെസ്ഡ് ആർ വി ഇൻ ക്യാരക്ടർ. നമ്മൾ പറയാറുണ്ട് ഐ എം സോ ബ്ലെസ്ഡ് വിത്ത് വെൽത്ത്, അല്ലെങ്കിൽ ഐ എം സോ ബ്ലെസ്ഡ് വിത്ത് ഹെൽത്ത്, ബട്ട് വി നെവർ സേ ഹൗ ബ്ലെസ്ഡ് ആം ഐ with a good character, അല്ലെങ്കിൽ how blessed am I with kindness, how blessed am I with humbleness, or how blessed am I with righteousness, how blessed am I in spirit. ഇങ്ങനെയുള്ള ഹൗ ബ്ലെസ്ഡ് ആർ വി ഇൻ ക്യാരക്ടർ എന്നുള്ള കാര്യങ്ങൾ എന്ന ഒരു ഹൈലൈറ്റ് ആണ് ഞാൻ ഇവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്, വൈ ആർ യു സോ ബ്ലെസ്ഡ്. നമുക്ക് ഈ ബ്ലെസ്സിങ് എല്ലാം ആസ് എ ചർച്ച്, വൈ ആർ യു സോ ബ്ലെസ്ഡ്, അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ, വൈ ആർ യു സോ ബ്ലെസ്ഡ് എന്നുള്ളത് നമുക്ക് നമ്മളോടും ചോദിക്കാം. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി എ പ്രെയർ എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വൈ ആർ വി സോ ബ്ലെസ്ഡ് എന്ന് നമുക്ക് ദൈവത്തിനോട് നമ്മുടെ പ്രാർത്ഥനയിൽ ചോദിക്കുവാൻ സാധ്യമാക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വൈ ഗോഡ്, വൈ ആം ഐ സോ ബ്ലെസ്ഡ് ടു ഹാവ് ദിസ് എന്നുള്ള ആ ഒരു പ്രാർത്ഥന, അതിനുള്ള ഉത്തരം നമുക്ക് ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ രണ്ട് കാര്യങ്ങളാണ്, ഹൗ ബ്ലെസ്ഡ് ആർ വി ഇൻ ക്യാരക്ടർ ആൻഡ് വൈ ഗോഡ്, വൈ ആം ഐ സോ ബ്ലെസ്ഡ് എന്ന പ്രാർത്ഥനയും നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവർക്കും നന്ദി. ദൈവത്തിന് അവസരം നന്ദി പറയുന്നു. താങ്ക് യു.